ഭാരതത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും മുഖ്യദേവനായോ ഉപദേവനായോ ഗണപതിക്ക് പ്രതിഷ്ഠകൾ ഉണ്ടാകും. ഏതൊരു ശുഭകർമ്മവും നിർവിഘ്നം പര്യവസാനിക്കാൻ ഗണപതിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ശിവപാർവതി പുത്രനായ ഗണപതിക്ക് വൈക്കം ക്ഷേത്രത്തിൽ 3 ഇടങ്ങളിലായി 4 പ്രതിഷ്ഠകളുണ്ട്. ഒന്ന് നാലമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിനോട് ചേർന്നുള്ള പ്രത്യേകം ശ്രീകോവിലിൽ. അവിടെ പഞ്ചലോഹ നിർമ്മിതമായ 2 വിഗ്രഹങ്ങളാണുള്ളത്. 4 അടി ഉയരം വരുന്ന വലിയ വിഗ്രഹം മഹാഗണപതിയുടെയും 2 അടി ഉയരം വരുന്ന ചെറിയ വിഗ്രഹം ബാലഗണപതിയെയും പ്രതിനിധീകരിക്കുന്നു. കിഴക്കോട്ടാണ് 2 പ്രതിഷ്ഠകളുടെയും ദർശനം. ഇതാണ് ഏറ്റവും ആദ്യം വന്ന പ്രതിഷ്ഠകൾ. അടുത്തത് ബലിക്കൽപുരയുടെ വടക്കുകിഴക്ക് ഭാഗത്തുള്ള സ്തംഭ ഗണപതിയാണ്. ബലിക്കൽപുരയിൽ വടക്കുകിഴക്കായി ഗണപതിയുടെ ഒരു ശിലാവിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി കാണാം. 4 അടി ഉയരം വരുന്ന ഈ വിഗ്രഹം സ്വയംഭൂവാണെന്നാണ് വിശ്വാസം. അടുത്തത് ക്ഷേത്രത്തിലെ ഉപക്ഷേത്രമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക് സമീപം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായാണ് ഈ ഗണപതി പ്രതിഷ്ഠ. ഈ ഉപക്ഷേത്രത്തോളം പഴക്കമേയുള്ളൂ ഈ പ്രതിഷ്ഠയ്ക്കും. വിഘ്നേശ്വര പ്രതിഷ്ഠയ്ക്കായി ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട്. കൂടാതെ ഒറ്റയപ്പം, മോദകം, കറുകമാല, നാളികേരമുടയ്ക്കൽ തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്.